ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. CSR ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. ദർ ആർ 7 സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസ്. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് ഈസ് കണ്ടക്ട് എ CSR അസസ്മെൻറ്റ് ആൻഡ് ഡെവലപ്പ് എ CSR സ്ട്രാറ്റജി. ഇന്ന് നമ്മൾ 3rd സ്റ്റെപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്പ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. കുറച്ച് കാലം മുന്നേ വരെ ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംരംഭമായിട്ട് മാത്രമാണ് കണക്കാക്കിയിരുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണേഴ്സിന് ഇൻകം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ ഒരു കൺസെപ്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ കൺസെപ്റ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ബിസിനസ് എന്ന് പറയുമ്പോൾ ഓണേഴ്സിന് ഇൻകം ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അതിനോടൊപ്പം തന്നെ സൊസൈറ്റിക്കും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിൽ എത്തിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിലേക്ക് കൂടി ബിസിനസ്സിനെ ഇന്ന് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് ലീഡേഴ്സ് നീഡ് ടു സ്പീക്ക് ഔട്ട് നൗ അബൌട്ട് ദർ റോൾ ഇൻ ഡ്രൈവിംഗ് പ്രോഗ്രസ് ഇൻ സൊസൈറ്റി. ഫോർ ടു ലോങ് വി ഹാവ് അലൗഡ് പീപ്പിൾ ടു തിങ്ക് ദാറ്റ് business is interested in nothing other than profit, when in fact we see the purpose of business much more widely. We believe that the fundamental purpose of business is to provide continually improving goods and services for increasing number of people at a price that they can afford. Anyway, എന്താണ് ഈ CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് നോക്കാം. CSR കമ്മിറ്റ്മെൻറ്റ്സ് ആർ പോളിസീസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് എ ഫേം ഡെവലപ്സ് ഓർ സയൻസ് onto that indicate what the firm intends to do to address its social and environmental impacts. Before developing CSR commitments, firms must understand the range of available commitments and the distinction between them. CSR commitments എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോളിസീസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. സോ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് CSR ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ്. സോ നമ്മൾ ഇത്തരത്തിൽ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വണ്, ഡു എ സ്കാൻ ഓഫ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. അതായത് നമ്മൾ CSR കമ്മിറ്റ്മെൻറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഫേംസിൻ്റെ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഒന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുക. ബിഫോർ ഡെവലപ്പിംഗ് CSR കമ്മിറ്റ്മെൻറ്റ്സ് ഓർ എഗ്രീയിങ് ടു അതർ ടു തേർഡ് പാർട്ടി CSR കോഡ്സ് ഓർ സ്റ്റാൻഡേർഡ്സ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു എക്സാമിൻ ദി CSR കമ്മിറ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് others are using, particularly leading firms. Importantly, firms should also research CSR instrument developed by government and intergovernmental bodies, etc. സോ ഗവൺമെൻറ്റും മറ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ബോഡീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന CSR ഇൻസ്ട്രുമെൻറ്റ്സും കമ്മിറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഹോൾഡ് ഡിസ്കഷൻ വിത്ത് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടിയാലോചിക്കണം. വി ഹാവ് ടു കണ്ടക്ട് ഡിസ്കഷൻ വിത്ത് മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. Developing CSR commitments or agreeing to comply with existing code and standard presents the firm with an opportunity to generate organizational interest in CSR and build agreement about how codes and standards apply to the firm. From that agreement, the firm can develop more practical steps towards implementation. Throughout this guide, the importance of listening to all stakeholder group is stressed. നമുക്കറിയാം ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, CSRനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരം സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ഡിസ്കഷൻ നടത്തുക, അവരുടെ ഒപ്പീനിയൻസൊക്കെ റിസീവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ വർക്കിംഗ് ഗ്രൂപ്പ് ടു ഡെവലപ്പ് ദി കമ്മിറ്റ്മെൻറ്റ്സ്. സോ ആദ്യം നമ്മൾ മറ്റുള്ള ഫേംസിൻ്റെ CSR കമ്മിറ്റ്മെൻറ്റ്സ് എടുത്ത് പരിശോധിക്കുന്നു. അതിനുശേഷം നമ്മുടെ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നു. അതിനുശേഷം നമ്മൾ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫോർ ഡെവലപ്പ് കമ്മിറ്റ്മെൻറ്റ്സ്. ദി വർക്കിംഗ് ഗ്രൂപ്പ് ഷുഡ് ബി ക്രോസ് സെക്ഷണൽ ഓഫ് ഓർഗനൈസേഷൻ, ഫ്രം ബോർഡ് മെമ്പേഴ്സ് ടു സീനിയർ മാനേജ്മെൻറ്റ് ആൻഡ് ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ആൻഡ്
could include people who are very enthusiastic about CSR as well as those who are skeptical to give voice to differing opinion on the issues at hand. Contractors and other to whom the commitments apply should also be involved. ഓക്കെ, സോ ഓർഗനൈസേഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് പാർട്ടീസിനെ നമുക്ക് ഈ ഒരു വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് മെമ്പേഴ്സാക്കിയിട്ട് ചേർക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ വേണ്ടത് പ്രിപ്പയർ എ പ്രിലിമിനറി ഡ്രാഫ്റ്റ്. ഓക്കെ, ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. CSR commitments should be plain language statement and should contain clear and concise obligations. It is recommended that working group member identify who within the organization will be responsible for implementing the commitments and involve them in preparing the draft. Firms should also be well advised to use existing commitment documents as base documents when പ്രിപ്പയറിങ് ദെയർ ഓൺ. ഓക്കെ, സോ നമ്മൾ കമ്മിറ്റ്മെൻറ്റ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഈ ഗ്രൂപ്പിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ് ഒരു പ്രിലിമിനറി ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം കൺസൾട്ട് വിത്ത് എഫക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ സ്ട്രെസ്ഡ് അബൌട്ട് തറോ കൺസൾട്ടേഷൻ വിത്ത് ദോസ് എഫക്റ്റഡ് ബൈ ദി ഫേംസ് ആക്ഷൻ അറ്റ് ദി ഔട്ട്സെറ്റ് ക്യാൻ പ്രിവെൻറ്റ് പ്രോബ്ലംസ് ലേറ്റർ. One good approach is to start with the people most likely to be directly affected by to CSR commitments and who are already aware of the associated issues. ഓക്കെ, സോ നമ്മൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ എഫക്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് സമീപിക്കുക. ഓക്കെ, കാരണം ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷൻ കിട്ടുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിവൈസ് ആൻഡ് പബ്ലിഷ് ദി കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, കൺസൾട്ടേഷന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് എന്തെങ്കിലും അഡീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അൾട്ടറേഷൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്തരം അൾട്ടറേഷനോ അഡീഷൻസൊക്കെ വരുത്തിക്കൊണ്ട് നമ്മുടെ CSR കമ്മിറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ദി ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് CSR കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് നോക്കി. അതുപോലെ തന്നെ CSR കമ്മിറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ CSR കമ്മിറ്റ്മെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, വാട്ട് ഈസ് CSR കമ്മിറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻഡ് ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.